കലോത്സവ വേദിയിൽ വേദി 2-ൽ ചവിട്ട് നാടകം തകർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മോടൊപ്പം ഉള്ളത് ഹൈസ്കൂൾ വിഭാഗം കവിതാരചനയിൽ 1ാം സ്ഥാനം നേടിയ മെസ്നയാണ്. മെസ്ന എന്ന പേരിന്റെ അർത്ഥം എന്താ? പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. വെറുതെ ഇട്ടതാ അല്ലെ മെസ്ന എന്ന് പറഞ്ഞൊരു പേര്? ഒരു വെറൈറ്റി ആയിട്ട് മറ്റു പേരുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് മെസ്ന എന്ന പേര്. ഇവിടെ ഈ ഒരു മോൾ എത്രയിലാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്. 10ാം ക്ലാസ്സിലെ 10ൽ പഠിക്കുന്ന ഒരു കുട്ടി ഒട്ടേറെ അവാർഡുകളോടുകൂടിയാണ്. അങ്ങനെ ഒരു പിൻബലം കൂടിയുണ്ട് അല്ലെ അവാർഡുകളുടെ. എന്തൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് നിലവില്? സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം അവാർഡ്, മുല്ലനേഴി കാവ്യപ്രതിഭ പുരസ്കാരം, സംസ്ഥാന തലത്തിൽ ഒരുപാട് മത്സരത്തിന് സമ്മാനം കിട്ടിയിട്ടുണ്ട്, ഇൻസ്പയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ മാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ കവിതാരചനാ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. അധ്യാപക സംഘടനകൾ നടത്തിയ മത്സരത്തിന് 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ. എഴുത്തിലാണല്ലേ കൂടുതലും ചെയ്തിരിക്കുന്നത്? അപ്പൊ നന്നായിട്ട് വായിക്കുമായിരിക്കുമല്ലോ? നന്നായിട്ട് വായിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏത് ഭാഗം ഇഷ്ടം? സാഹിത്യം, ഏത് സാഹിത്യം ഇഷ്ടം? കവിതകളാണ് കൂടുതൽ ഇഷ്ടം. ഇഷ്ടപ്പെട്ട കവി ആരാ? അങ്ങനെയില്ല, എല്ലാവരും ഇഷ്ടമാണ്. ഷോർട്ട് കവിത പറഞ്ഞാൽ ഒരു 3-4 വരെ നമ്മുടെ അയ്യപ്പനും ലൂയിസ് പീറ്ററൊക്കെ എഴുതുന്നത് പോലെ അത്ര കവിതകൾ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ. അപ്പോൾ മോളുടെ ഇൻസ്പിറേഷൻ ആരാ എഴുത്തിൽ? അങ്ങനെ പ്രത്യേകിച്ച് ഇൻസ്പിറേഷനും റോൾ മോഡലും ഒന്നുമില്ല. എല്ലാവരും നോക്കും, എല്ലാവരും പഠിക്കും, എല്ലാവരും വായിക്കും, അത്തരത്തിൽ മാത്രമേ ഉള്ളൂ. ഓരോരുത്തരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എല്ലാ സാഹിത്യത്തിലാണെങ്കിലും ഇപ്പോഴും വായിച്ചിട്ട് മറക്കാൻ പറ്റാത്തൊരു ബുക്ക് ഉണ്ടാവുമല്ലോ. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് വളരെ ഇഷ്ടമാണ്. അത് വളരെ ഇഷ്ടമാണ്. പൊതുവെ ആ ഒരു ബുക്കിനോട് എല്ലാവർക്കും ഒരു പ്രിയം കൂടുതലാണ് അല്ലെ? ഫീലിങ്സ് കൊണ്ട് എഴുതിയൊരു ബുക്കല്ലേ, അപ്പോൾ അതിനോട് പ്രത്യേക ഒരു ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ മോളിപ്പോ ഇവിടെ എഴുതിയത് കവിതാരചനയല്ലേ? അപ്പോൾ എന്തായിരുന്നു ഇവിടെ സബ്ജക്ട്? എന്തായിരുന്നു? ചൂണ്ടുവിരൽ. അപ്പോൾ ആ ചൂണ്ടുവിരൽ എന്നുള്ളൊരു സബ്ജക്റ്റിനെ എങ്ങനെയാണ് അത് ആശയം എഴുതി എങ്ങനെയാ മോള് ഫലിപ്പിക്കാൻ ശ്രമിച്ചത്? ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ പല രീതികളിലും കുറ്റപ്പെടുത്തലിൻ്റെ രീതിയിലും സംശയത്തിൻ്റെ രീതിയിലും എല്ലാം ഓരോ ചൂണ്ടുവിരലുകൾ ഉയരാറുണ്ട്. അതിനെപ്പറ്റിയാണ് എഴുതിയത്. അതാണ് എഴുതിയത് അല്ലേ? അപ്പൊ ആ വിചാരിച്ച രീതിയിൽ തന്നെ അത് ജഡ്ജസിൽ എത്തിയിട്ടുണ്ട്, പ്രേക്ഷകരിൽ. ഇപ്പോൾ ഏകദേശം എത്ര വരി എത്തിയിട്ടുണ്ടാവും? 6 പേജ്. 6 പേജ്. കവിതാരചന എത്ര വേണമെന്ന് അവർ പറഞ്ഞിരുന്നോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല. എത്ര മിനിറ്റാണ് നമുക്കത്? 2 മണിക്കൂർ. 2 മണിക്കൂറുണ്ട് അല്ലേ? അപ്പോൾ ചിന്തിക്കാനും എല്ലാം കൂടി നമ്മുടെ ഭാവന വരണമെങ്കിൽ ഒരു 2 മണിക്കൂർ എടുക്കും. അപ്പോൾ ഈ സൗണ്ടും അതൊക്കെ പ്രശ്നമാണോ? മറ്റു പരിപാടികൾ നടക്കുന്നതിന്റെ ശബ്ദമൊക്കെ പ്രശ്നമായോ? ഞാൻ എഴുതുന്ന ദിവസം അറബിക് നാടകത്തിന്റെ നല്ല സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും എഴുതാൻ പറ്റി. ആ ഒരു ഡിസ്റ്റർബൻസ് സൗണ്ടിലൊക്കെ ഇതായിട്ട് പോലും എഴുതി 1ാം സ്ഥാനം വാങ്ങി ജില്ലയിൽ. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റേറ്റിലേക്ക് പോകേണ്ടതായിട്ടുണ്ടല്ലേ? മോൾ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? GVHS കുറുമാത്തൂർ. അപ്പോൾ കുറുമാത്തൂർ സ്കൂളിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ പങ്കെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ A ഗ്രേഡ് കിട്ടിയായിരുന്നു കവിതാരചന. അപ്പോൾ വർഷാവർഷങ്ങളായിട്ട് ഈ ഒരു പൊസിഷൻ വിടാറില്ല. സ്റ്റേറ്റിലേക്ക് പോകുന്ന സ്ഥിരം ആളാണ്. അപ്പോൾ ഇനിയിപ്പോ നമ്മുടെ സ്റ്റേറ്റ് കലോത്സവത്തിലേക്ക് പോകുന്നത് കണ്ണൂർ ജില്ലയെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മളിനി അങ്ങനെ ഒരു പ്രതീക്ഷയോടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് A ഗ്രേഡോട് കൂടി ഇവിടെ നിന്ന് തിരിച്ചു വരും എന്നുള്ള. അപ്പോൾ അവിടെ നിന്ന് സ്റ്റേറ്റിലേക്കും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കട്ടെ, നല്ല ഉന്നത വിജയം കൈവരിക്കാൻ വേണ്ടി സാധിക്കട്ടെ. മറ്റേതെങ്കിലും ഐറ്റത്തിൽ ഇവിടെ പങ്കെടുത്തിട്ടുണ്ടോ? ഉപന്യാസ രചന മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. A ഗ്രേഡ് ലഭിച്ചു അല്ലേ? 1ാം സ്ഥാനം നഷ്ടമായിപ്പോയി. നമുക്കിനി ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ നമുക്കത് പിടിച്ചെടുക്കാം അല്ലേ? പോലെ. അപ്പോൾ ആ ഹയർ സെക്കൻഡറിയിലും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച ഉണ്ടാവട്ടെ. എല്ലാ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.